ഇന്ന് ഞാനിവിടെ നല്ലൊരു പയറുകറിയാണ് വെക്കുന്നത്. പയറുകറി എന്ന് പറയുമ്പം ചെറുപയർ ഇവിടെയൊക്കെ കിട്ടുന്ന ചെറുപയറെന്ന് പറയുമ്പോൾ രണ്ടായിട്ട് പിളർന്നത് അല്ലാത്തതും കിട്ടും. പക്ഷേ കൂടുതലായി കിട്ടുന്നത് ഇങ്ങനെ രണ്ടായിട്ട് പൊട്ടിച്ച ചെറുപയർ. അതാണ് ഞാനിന്നിവിടെ കറി വെക്കുന്നത്. അതിനായിട്ട് വലിയ ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുക്കറിൽ വേവിച്ചെടുത്താൽ മതി, നമുക്ക് പെട്ടെന്ന് തന്നെ കറി വെച്ച് എടുക്കാം. എന്നും നമ്മൾ ചിന്തിക്കാറില്ലേ രാവിലെ എന്താ ഒഴിച്ച് കറി വെക്കുന്നതെന്ന്. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പെട്ടെന്നൊരു ഒഴിച്ച് കറിയാകും. അതിനായി ഞാനിവിടെ ഈ രീതിയിലുള്ള പയറാണ് എടുത്തിരിക്കുന്നത്. ഈ രീതിയിലുള്ള പയർ ഞങ്ങൾക്കിവിടെ ഇഷ്ടം പോലെ കിട്ടും. മാർക്കറ്റിൽ കൂടുതലായിട്ട് ഞാൻ കാണുന്നത് ഈ രീതിയിലുള്ള പൊട്ടിച്ച പയറാണ്. അതുപോലെ തന്നെയാണ് ഉഴുന്നും കിട്ടും. ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഉഴുന്ന് വട ഉണ്ടാക്കിയതിൻ്റെ പൊട്ടിച്ച ഉഴുന്ന്. ഇത് ഞാൻ കുതിർത്തൊന്നുമില്ല, നല്ലവണ്ണം കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിൽ വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ പയർ കറി വെക്കുന്ന പോലെ തന്നെയാണ് വെക്കുന്നത്. ഇത് പിന്നെ കുറച്ച് മാത്രം മതി, ഒത്തിരി ആയാലും വളരെ കൂടിപ്പോവും. നമുക്ക് ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ ആവശ്യത്തിനുള്ളത് കറി ഉണ്ടാക്കാൻ പറ്റും. ഇതൊന്ന് നല്ലവണ്ണം കഴുകിയെടുക്കുന്നുണ്ട്. കഴുകിയെടുത്തതിന് ശേഷം വേവിച്ചെടുക്കണം. നല്ലവണ്ണം കഴുകുമ്പോൾ തന്നെ ഇതിൻ്റെ പുറത്തുള്ള തുള്ളികളും എല്ലാം പോകും. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനലിലുള്ള വീഡിയോ ഒക്കെ കണ്ടിട്ട് അതിനുള്ള അഭിപ്രായമൊക്കെ അറിയിക്കണം. അഭിപ്രായം വളരെ വിലപ്പെട്ടതാണ്. ഞാനിവിടെ പയറെല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ ഉപ്പും മഞ്ഞളും കൂടെ ചേർത്ത് ഞാനിതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. വെള്ളം നമ്മൾ ഏറെ ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ അരപ്പ് ചേർത്താലും മതി, കുഴപ്പമില്ല. ഒരു വിസിൽ മാത്രം അടിച്ചാൽ മതി, പെട്ടെന്ന് തന്നെ വേവും. നമ്മുടെ പരിപ്പ് വേവുന്ന പോലെ തന്നെ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്ത ആവശ്യത്തിന് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. നമ്മളുടെ തേങ്ങ അരപ്പ് ഇതുപോലെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം മൊത്തം പറ്റിപ്പോയി. ഇനി നമുക്ക് സാരമില്ല, നമുക്ക് ആവശ്യത്തിന് വെള്ളം നമുക്ക് അരപ്പ് ചേർക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റിയാണിത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മുടെ മെയിൻ കറികളിലൊന്നാണല്ലോ പയർ കറി, ചെറുപയർ കറി. ഇതിലേക്ക് ആവശ്യത്തിന് അരപ്പെടുക്കാം. തേങ്ങ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. എത്രയും തേങ്ങ ചേർക്കുന്നോ അത്രയും നല്ലതായിരിക്കും. അതിലേക്ക് തന്നെ വെളുത്തുള്ളി, ജീരകം, പിന്നെ ആവശ്യത്തിന് പച്ചമുളക്, മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ചേർത്തുകൊണ്ട് ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. പയറിനകത്ത് ചേർത്ത് കൊടുത്തില്ല, അതുകൊണ്ട് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. തേങ്ങ അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കറികൾ തിളപ്പിക്കത്തില്ലല്ലോ. അതുപോലെ തന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് ചേർക്കേണ്ടത് കടുക് വറുത്ത് ചേർക്കുന്നത്. അതാണ് ഇതിന് ടേസ്റ്റ് വരുത്തുന്നത്. നമ്മളെങ്ങനെ കടുക് വറുക്കുന്നു അതിനനുസരിച്ച് കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസൊക്കെ ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കണം. സ്പെഷ്യലി തേങ്ങ വറുത്ത് ചേർത്ത് കൊടുക്കണം. അങ്ങനെ എണ്ണ ഒഴിച്ചു കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ചേർത്തതിന് ശേഷം ഇനി നമുക്ക് ബാക്കി ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് കഴിയുമ്പം അതിലേക്ക് നമുക്ക് ബാക്കി ചേരുവകൾ ചേർക്കാം. കറിവേപ്പില, തേങ്ങ. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ എത്രയും വറുത്ത് ചേർക്കുന്ന അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്ക്. അതുകൊണ്ട് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് തന്നെ നമുക്കിനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം, വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കടുക് വറുക്കുന്നതിലാണ് നമ്മുടെ പയറുകറിയുടെ ഏറ്റവും ടേസ്റ്റ് കൂടുന്നത്. വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലവണ്ണം ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം മൂത്ത് വരുമ്പം ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇത് വേവിക്കേണ്ടയോ തിളപ്പിക്കേണ്ടയോ ഒന്നും ആവശ്യമില്ല, നമുക്ക് ചൂടോടെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. ഇതിലേക്ക് ഞാനൊരു ശകലം അല്പം മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ശകലം മുളക് പൊടി കൂടി ചേർത്ത് നമ്മളതിലേക്ക് ചേർക്കുമ്പോഴാണ് വളരെ ടേസ്റ്റ് ആവുന്നത്. ഇനി ഇതെല്ലാം കൂടെ തിളപ്പിച്ച് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. പിന്നെ എൻ്റെ വീഡിയോ എന്ന് പറയുമ്പം
ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അത് തന്നെ കറികളൊക്കെയാണ്, പക്ഷേ ഞങ്ങളുടെ ഇവിടുത്തെ കാര്യങ്ങൾ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ.